ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നാളെ അതായത് ജൂൺ 8 അത്യാവശ്യം നല്ല രീതിയിൽ ക്രാഷ് നടക്കാൻ പോവാണ്. നിഫ്റ്റി ഒരു 300 മുതൽ 500 പോയിന്റ് വരെയൊക്കെ ഗ്യാപ് ഡൗൺ ആയിട്ട് തിങ്കളാഴ്ച ഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച US മാർക്കറ്റിൽ അത്യാവശ്യം ക്രാഷ് നടന്നിട്ടുണ്ട്. നാസ്ഡാക്ക് ഒക്കെ ഒരു 4 മുതൽ 5% വരെ ഫോൾ ആയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് US മാർക്കറ്റിൽ ഒട്ടുമിക്ക വലിയ കമ്പനികളും പ്രത്യേകിച്ച് AI ബേസ്ഡ് ആയിട്ടുള്ള NVIDIA പോലുള്ള പല കമ്പനികളിലും നല്ല രീതിയിൽ സെൽ ഓഫ് ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ സ്റ്റോക്സ് ഒക്കെ ഫോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ക്രാഷ് US മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച US മാർക്കറ്റിൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും 2x ബെറ്റർ ആയിട്ടുള്ള ഒരു ഡാറ്റയാണ് പുറത്തു വന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റയാണ് പുറത്തു വന്നത്. അപ്പോൾ ഡാറ്റ പോസിറ്റീവ് ആയിരുന്നെങ്കിൽ പോലും മാർക്കറ്റ് അതിനെ എടുത്തിട്ടുണ്ടായത് നെഗറ്റീവായിട്ടാണ്. കാരണം ഇങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ വരുന്ന സമയത്ത് അത് എക്കണോമിയിൽ ഇൻഫ്ലേഷൻ കൂടാൻ കാരണമാക്കും. അതിന്റെ ഭാഗമായിട്ട് US ഫെഡ് റേറ്റ് കട്ട് ചെയ്യാൻ സാധ്യത, മേ ബി റേറ്റ് കൂട്ടാൻ ഒരു പോസിബിലിറ്റി ഉണ്ടെന്നൊക്കെ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്ത സമയത്താണ് മാർക്കറ്റിലേക്ക് ഇങ്ങനെ ഒരു സെൽ ഓഫ് വന്നതും US മാർക്കറ്റിലേക്ക് പല സ്റ്റോക്കുകളും വലിയ രീതിയിൽ ഫോൾ ആയതും. അപ്പോൾ US സ്റ്റോക്സിൽ മാത്രമല്ല ഈ ഒരു ഫോൾ ഉണ്ടായത്. നിങ്ങൾ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഫോൾ ആയിട്ടുണ്ട്, ക്രിപ്റ്റോ നോക്കുകയാണെങ്കിൽ ക്രിപ്റ്റോ നല്ല രീതിയിൽ ഫോൾ ആയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് SGX നിഫ്റ്റിയിലും നമുക്ക് ഫോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇനി നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്യാപ് ഡൗൺ ആയിട്ടായിരിക്കും ഓപ്പൺ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പൊതുവെ നമ്മൾ US മാർക്കറ്റിൽ ഉണ്ടാകുന്നതൊക്കെ നമ്മുടെ മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് ക്രാഷ് നിങ്ങൾ എങ്ങനെയാണ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണോ കാണുന്നത്? നിങ്ങൾ പുതിയ സ്റ്റോക്കിൽ ആഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെങ്കിലും തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക.